ഹായ് എവ്രി വൺ. വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിങ്ങൾ എല്ലാവരും കൂടി മീറ്റ് ചെയ്തോ? ബിഗ് ബോസിൻ്റെ പഴയ കണ്ടസ്റ്റൻസും ഇപ്പോൾ കഴിഞ്ഞ സീസണിലെ കണ്ടസ്റ്റൻസും എല്ലാവരും കൂടി എന്തിനു മീറ്റ് ചെയ്തു എന്നൊക്കെ ഒരുപാട് പേര് എനിക്ക് DM ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരു വ്ളോഗ് വീഡിയോ ഇട്ട സമയത്ത്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മൾ ഒരു ഗ്രാൻഡ് ഇവൻറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ സീസൺ 1 to 6 ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു സീസണിലുള്ള കണ്ടസ്റ്റൻസിനെ അടക്കം ചേർത്തിട്ട് ഒരു ഗ്രാൻഡ് ഇവൻറ്റ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളും ചെയ്യണം. നമ്മൾ ആദ്യം ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, മാക്സിമം നമ്മളെ കൊണ്ട് ആഡ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒരു ഷോർട്ട് ടൈമിനുള്ള ആഡ് ചെയ്തു. ഇനിയും കുറച്ച് പേരെ ആഡ് ചെയ്യാനുണ്ട്. എല്ലാവരെയും ആഡ് ചെയ്ത് നമ്മൾ അതൊരു ഗ്രേറ്റ് പ്രോഗ്രാമായിട്ട് മാറ്റാനുള്ളൊരു പ്ലാനിങ് ആണ് കൊച്ചിയിൽ വെച്ച് നടന്നത്. നമ്മുടെ നേപ്പിയർ ഹെറിറ്റേജ് ഫോർട്ട് കൊച്ചിയിൽ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തത്. സോ അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളും എക്സിക്യൂഷനും ഒക്കെ അന്നേ ദിവസം അവിടെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനിയും മുന്നോട്ട് നമ്മൾ കുറച്ചധികം പ്ലാനിങ്ങും കാര്യങ്ങളും, ഒരു മെഗാ ഇവൻറ്റ് മാത്രമല്ല, നമ്മൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മളൊരു മോഡലിംഗ് പ്ലാൻ ചെയ്തു, നമ്മൾ കുറേ സാധനങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് എല്ലാവരും ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈറ്റിലിൻ്റെ അടിയിൽ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടൊരു മാതൃകയായിട്ട് നമുക്ക് സൊസൈറ്റിക്കും കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാനുള്ളൊരു പ്ലാനിങ്ങിലാണ്. സോ അതിൻ്റെ കുറേ വിഷ്വൽസും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വെക്കുന്നുണ്ട്. സോ സപ്പോർട്ട് ചെയ്യുക. Just enjoy guys. ഞങ്ങൾ അങ്ങനെ നേപ്പിയർ റെസ്റ്റോറൻറ്റ് നേപ്പിയർ ഹെറിറ്റേജിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ. ഇവിടെ വെച്ചിട്ടാണ് നമ്മളുടെ പ്രോഗ്രാം, മീറ്റപ്പ് എന്ത് വേണേ പറയാം. സംഗതി ഞാൻ മീറ്റപ്പ് എന്നാണ് ഇവരോട് പറയുള്ളത്. ഇറ്റ്സ് എ മീറ്റിംഗ്. ഓക്കെ, ഫൈൻ. സായിയുടെ ബുദ്ധിപരമുള്ള സ്ട്രാറ്റജി ഉണ്ടോ? വൈഫിനെ അതിനകത്ത് കേട്ടാൻ വേണ്ടി ഒരു ക്യാമറ എടുത്ത് കഴിയും. ആദിമത്യാന്തരഹിതം അഖില ബലദായകം ശ്രീനായകം ആനന്ദ പത്മനാഭം. ദൈവത്തിന്റെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. കാരണം ഇതൊരു ആദ്യം തന്നെ പറയാം, ഇത് നമ്മുടെ ഒരു സൗഹൃദ കൂട്ടായ്മയാണ്. ബിഗ് ബോസിൽ നമ്മൾ പല രീതികളിൽ നിന്നപ്പോൾ അത് ഗെയിമിൻ്റെ ഭാഗമാണ്. അതെല്ലാം നമ്മൾ അവിടെ കളഞ്ഞു. നമ്മളിത് പച്ച മനുഷ്യരായി നല്ല സൗഹൃദത്തിന് വേണ്ടി തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ്. ഇതിൽ 1 മുതൽ 6 വരെയുള്ള ഇതുവരെയുള്ള എല്ലാ കണ്ടസ്റ്റൻസും ഇവിടെ ഫ്രണ്ട്സായി നമ്മളിവിടെ ഉണ്ട്. പക്ഷെ അതിനിപ്പോൾ ഈ ഒരു ഗ്യാതറിങ്ങിൽ ഇന്ന് തുടക്കം എന്നോണം ഒരു 10-30ഓളം പേരാണ് വരാമെന്ന് ഏൽപ്പിക്കുന്നത്. അത് ഇപ്പോൾ ഒരു 20-ന് മേലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ബാക്കിയുള്ളവർ എത്തിച്ചേരും. അപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ വരുന്നവരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ അത്രയും പേര് തന്നെ എത്തിച്ചേരും. അപ്പോൾ അഖിലിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അഖിൽ എത്തിച്ചേരുന്നത് അത് വളരെ താങ്ക്സ്. അഖിൽ വളരെ ബിസിയിൽ നിന്നായിരുന്നു. അപ്പോൾ ഓൾറെഡി പറഞ്ഞു പറ്റുമെങ്കിൽ എത്തിച്ചേരണം. അങ്ങനെ പലപ്പം നമ്മുടെ അപ്സരയും അങ്ങനെ എടുത്ത് പറഞ്ഞിരുന്നു. പക്ഷേ എത്തിച്ചേർന്നു. വളരെ താങ്ക്സ്. സന്ധ്യയ്ക്കുന്നൊരു സിനിമയുടെ ഷൂട്ട് ടർബോയ്ക്ക് ശേഷം അടിപൊളി ഒരു സിനിമയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അവർ നാളത്തേക്ക് മാറ്റി വെച്ചു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവിടെ എല്ലാവരും പരസ്പരം സഹോദരങ്ങളെ പോലെ സുഹൃത്തുക്കളായിട്ട് നമ്മൾ സ്വാഗത പ്രസംഗത്തിനായി നമ്മുടെ പവർ സീസൺ 1 ഒരേ ഒരു കണ്ടസ്റ്റന്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. പവർഫുൾ ലേഡി. അങ്ങനെ നമ്മൾ ദിയാസനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബ്ലസ്ലി ഉണ്ട്, നല്ലൊരു കൈ കൊടുക്കാം. ബ്ലസ്ലി സീസൺ 4 ഒരു കണ്ടസ്റ്റന്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ സീസൺ 1 എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ദീപൻ മുരളി ജോയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അതുപോലെ മനീഷ ചേച്ചി നേരത്തെ ജോയിൻ ചെയ്തിരുന്നു, ശാലിനി ജോയിൻ ചെയ്തിരുന്നു. എല്ലാവർക്കും നല്ലൊരു കൈ കൊടുക്കാം. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. സൗണ്ട് എടുക്കണ്ട, ഇവിടെ ഒറിജിനലായിട്ട് നമ്മളുടെ സ്വന്തം ബിഗ് ബോസ് കുറച്ച് പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടല്ലേ പ്രോഗ്രാം ചെയ്യണം. നമ്മൾ ഇത്രയും നാൾ പങ്കെടുത്ത ബിഗ് ബോസ് ഷോയിലെ എല്ലാ കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും പങ്കെടുപ്പിച്ചിട്ടാണ് നമ്മൾ ഷോ ചെയ്യുന്നത്.
അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല. ഇപ്പൊ ചിലപ്പോൾ എന്നെ സ്കിറ്റ് കളിക്കാനായിരിക്കില്ല, എന്നെ വേറെ കാര്യത്തിലാണ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെ ഒരു ഷോ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തിട്ട് ചെയ്യും. അങ്ങനെ കാര്യങ്ങൾ സംസാരിക്കാൻ It was a platform and all of us managed to perform well. അത് നെഗറ്റീവ് പോസിറ്റീവ് എന്ന് തിരിക്കാതെ ഒരു നല്ല പ്ലാറ്റ്ഫോമിൽ കയറി നന്നായിട്ട് പെർഫോമൻസ് ചെയ്തു. അതിൽ ആൾക്കാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, കാര്യം യു വോണ്ട് ടു കോൾ ഇറ്റ് സൈബർ ബുള്ളിയിങ്, whatever it is, 100 പേരോ 1000 പേരോ അല്ലെങ്കിൽ 1 million പേരോ നമ്മളെ വിറ്റ് കാശാക്കിയോ, whatever it is, end of the day we could make a space for ourselves on that platform. Our space, yeah, please give a hand for yourself because that is something that we need to do for ourselves. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കയറി നമ്മളെ കൊണ്ട് ആയതുപോലെ നമ്മൾ പെർഫോം ചെയ്തു. അത് ഒരാഴ്ചയാണെങ്കിലും ഒരു ദിവസം ഈക്വലി എനിക്ക് അത്ര സ്നേഹം തന്നിട്ട് ഒരു വർഷമുണ്ട്. This is like the biggest successful of my life. I think everyone loved me. So thank you so much for that. And I have 2-3 small suggestions. Already everyone said it. And from my side, like if I can do any help or anything for this group, it will be very grateful for me. And നമുക്ക് സഹായിക്കണം. കാരണം പുറത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഒരു മെന്റൽ സിറ്റുവേഷൻ. ആൻഡ് ബാക്കി എന്താ പറയാ, പിന്നെ ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ വന്ന് പ്രോഗ്രാം അടിപൊളിയാക്കിയ എല്ലാവർക്കും താങ്ക് യു വൺസ് അഗൈൻ. പിന്നെ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ഇനി എന്ത് ഫങ്ഷൻസ് ഉണ്ടെങ്കിലും എന്ത് പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും എൻ്റെ എല്ലാവിധ ഹെൽപ്പും കോൺട്രിബ്യൂഷൻസും എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഇന്നിപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഇപ്പോൾ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് വീണ്ടും പുതിയ കാര്യങ്ങൾ, അതായത് ഇനി ഇപ്പോൾ ഉള്ള ആൾക്കാർക്കും ഇനി വരാൻ പോകുന്ന ആൾക്കാർക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുക്കാൻ പോകുന്ന ഒരു ഓർഗനൈസേഷനായിട്ട് മാറാൻ വേണ്ടി പോവാണ്. എനിക്കങ്ങനെ വലിയ കാര്യമായിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല. നല്ല പേടിക്കുള്ള ഒരു ഇപ്പൊ ഫ്രണ്ടിൽ വന്നപ്പോൾ സംസാരിക്കാൻ ഭയങ്കര പേടി. ഓക്കെ, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ എല്ലാവരും ഞാൻ മനസ്സിൽ വിചാരിച്ച എല്ലാ കാര്യങ്ങളും തന്നെ പറഞ്ഞു. പക്ഷേ നമ്മൾ ഒരു കൂട്ടായ്മയായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഇനി നിങ്ങൾ യൂട്യൂബ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ, അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് ബിഗ് ബോസിൽ പോയിട്ടുള്ള ആളുകൾ തന്നെ വീണ്ടും വന്നിട്ട് അടുത്ത സീസണിലുള്ള ആളുകളെ കുറ്റം പറയും. ഔപചാരികതയുടെ ആവശ്യമൊന്നും നോക്കിയില്ല. പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അത് നോട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഇവിടെ വളരെ ഭംഗിയായിട്ട് ഷാജാനായാലും വീണ ചേച്ചി ആയാലും അനൂപേട്ടനായാലും വളരെ ഭംഗിയായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ പറയാനുള്ള രണ്ട് സജഷൻ മാത്രമേ ഉള്ളൂ, കാരണം നമ്മുടെ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം എന്താ വെച്ചാൽ ഈ പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യാണ്, സ്റ്റേജ് ഷോസും കാര്യങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് പറയാനുള്ള രണ്ട് സജഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന പോലെ മറ്റൊരു സംഘടനയുടെ ഭാഗമാണ് പോലെ ഈ കൂട്ടായ്മ കൊണ്ടുവരാനായിട്ട് മുൻഗണന എടുത്ത് നമ്മുടെ കോർ ടീമിന് ഒരു വലിയ കൈയ്യടി, ചെറിയ കൈ പോരാ വലിയ കൈയ്യടി. ബിക്കോസ് ഈ പറഞ്ഞ പോലെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആ ഒരു വർഷം നമ്മൾ ഇരുന്നിട്ടില്ല, തിരിഞ്ഞിട്ടില്ല, അത്രയും തിരക്കായിരുന്നു. യു ഗൈസ് ആർ സോ ബിസി. എന്നിട്ട് പോലും സീസൺ 6 കുറേ പേര് ഇവിടെ വരാൻ കാണിച്ച മനസ്സിന് വലിയൊരു കൈയ്യടിയാണ്. ആൻഡ് ഞാൻ ഒരുപാട് കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ പറയാനുള്ള പല കാര്യങ്ങളും ഇവിടെ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു, ചർച്ച ചെയ്ത് കഴിഞ്ഞു. എന്നാലും ഞാൻ എഴുതി വെച്ചത് ഫസ്റ്റ് തിങ് വാസ് എ സ്ട്രക്ചർ. ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ്മയാണ്. ഒരു കൂട്ടം ആളുകൾക്ക് ഒരു പ്രത്യേക ഹൈപ്പും വേറെ കൂട്ടം ആളുകൾക്ക് ഹൈപ്പ് ഇല്ലാത്തൊരു അവസ്ഥയൊക്കെ നമ്മൾ കാണുന്നതാണ് ബിഗ് ബോസിനകത്ത്. സോ അത് പുറത്തിറങ്ങുന്ന സമയത്ത് ഇനി വരുന്ന ഒരു സീസണിലുള്ള കണ്ടസ്റ്റൻസിനടക്കം നമ്മളൊരു ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ടാൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. ഭയങ്കര ആക്റ്റീവായ ആൾ തന്നെയാണ്. ഇത് എനിക്ക് തോന്നുന്നു മുമ്പേ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഷാജിയേട്ടനായിരുന്നു ഒരു ദിവസത്തിന് ശേഷം മെസ്സേജ് ഇട്ടപ്പോഴാണ് ഞാനും ആക്റ്റീവായി തുടങ്ങിയത്. ഇത് ശരിക്കും പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ഈ ഇരിക്കുന്ന ഒരു സ്റ്റേജ്, ഈ ഒരു ചെറിയ ഈ ഒരു ബാനറൊക്കെ ഓർത്ത് വെക്കണം. കാരണം ആപ്പിൾ പോലത്തെ വലിയ കമ്പനികൾ ഒരു കാർ ഷെഡ് എന്നാണ് ഉണ്ടായത്. സോ അതേപോലെ നമ്മുടെ ഓർഗനൈസേഷൻ വലുതാവട്ടെ എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഇത് എന്താ പറയുക, അനൂപ് പറഞ്ഞ ഒരു വലിയ സജഷൻ, അതായത് പറയാനുള്ള സജഷൻ എനിക്ക് ചങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞു. ഇപ്പൊ അതിൽ കൂടുതൽ പുതിയതൊന്നും പറയാനില്ല. ശരിക്കും നമ്മളിപ്പോ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു ലീഗലി ഒരാളെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നതോടുകൂടി മാറുന്നതാണ് എന്റെ ഒരു വിശ്വാസം. ബേസിക്കലി നമ്മൾ അതായത് ഒരു
അതെ, ഒരു അതായത് ഇത് നമ്മൾ ഇത്ര പേരെ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഒത്തിരി സന്തോഷം. ഇങ്ങനെ ഒരു ചെറിയൊരു കൂട്ടായ്മയാണിത്. കാരണം ഇത്ര സീസൺ കഴിഞ്ഞിട്ടും ഈ ഗ്രൂപ്പിൽ തന്നെ ഞാൻ ആദ്യം ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നീട് എല്ലാ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയ ഒരു ദിവസം വന്നപ്പോൾ അതിലൂടെ ഈ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ പോയി വീണ്ടുമാണ് ഈ ഗ്രൂപ്പിൽ വീണ്ടും വന്ന് റീജോയിൻ ചെയ്യുന്നത്. വന്ന ആ സമയം മുതൽ ഇങ്ങനെ ഓരോ ഇവന്റിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഞാൻ ലിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ലാസ്റ്റ് ഇയർ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് എൻ്റെ ഇവന്റ് കമ്പനിയാണ് ചെയ്തത്. മലയാളം സിനിമയുടെ ഏറ്റവും 2 അവാർഡ് നൈറ്റിൽ ഒന്നാണ്. ഒന്ന് സ്റ്റേറ്റ് അവാർഡും ഒന്ന് ഫിലിം ക്രിറ്റിക്സ് അവാർഡും. ആരും വന്നിട്ടില്ല ഗ്രൂപ്പിൽ, ഇല്ല സീസൺ 4 ഞാൻ മാത്രമേ ഉള്ളൂ, ആരും വന്നിട്ടില്ല. അപ്പം ഒരുപാട് പേര് ആ ഗ്രൂപ്പിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആരും വന്നിട്ടില്ല. പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാം. പ്രൊഫഷൻ വന്നിട്ട് മജീഷ്യനാണ്, മെന്റലിസ്റ്റാണ്. ഞാൻ ഇവിടെ ഒരുപാട് പേര് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ച ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഞാൻ ബിഗ് ബോസിൽ പോയി ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രമേ വേറൊന്നുമില്ല, എൻ്റെ ഫെയിം ഉണ്ടാക്കിയിരിക്കുന്നത് മാത്രം, എൻ്റെ പേരിൽ ഒരു മാറ്റം വരുത്തുക എന്നുള്ളത്. സോ മൈ ഫസ്റ്റ് ടൈം എൻ്റെ പേര് അശ്വിൻ വിജയ് എന്നുള്ളതായിരുന്നു. സോ സെക്കൻഡ് തിങ്, ഞാൻ 2021 ഇന്ത്യ ആൻഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് റെക്കോർഡ് ഇട്ടു. അപ്പോൾ എൻ്റെ പേര് ഇന്ത്യ ആൻഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് അശ്വിൻ വിജയ് എന്നായി. ലാസ്റ്റ് ഞാൻ ബിഗ് ബോസിലേക്ക് പോയതിന് ഏറ്റവും വലിയ കാരണം ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ദിയ ചേച്ചിയാണ്. ദിയാസ്ഥാന കാരണം ഞാൻ ബിഗ് ബോസിലേക്ക് എത്തിയത്, എൻ്റെ ഫ്രണ്ടാണ് ചേച്ചി. അപ്പോൾ ബിഗ് ബോസിലേക്ക് എത്തിയ സമയത്ത് ഞാൻ വെറും 40 ദിവസം മാത്രമാണ് ബിഗ് ബോസ് എന്നുണ്ടായിരുന്നത്. എവിക്ട് ആയി ഞാൻ വളരെ സന്തോഷത്തോടെ പുറത്തിറങ്ങി. അതിനുശേഷം എൻ്റെ പേര് ബിഗ് ബോസ് ഫെയിം ഇന്ത്യ ആൻഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് കൊണ്ട് അശ്വിൻ വിജയ്. ദാറ്റ്സ് ഇറ്റ്. സോ ഇതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബിഗ് ബോസിൽ 100 ദിവസം നിന്ന് ഉണ്ടാക്കുന്നതിനെക്കാട്ടി ഡിഫറൻറ്റ് സാലറി പൈസ ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ ഈ പേര് വെച്ചിട്ടാണ്. ഞാൻ ഇപ്പോൾ പറയാൻ വേണ്ടി കാരണം, ഇപ്പോൾ ഇറങ്ങിയ ഒരുപാട് പേരുണ്ട്. ഞാൻ ചെയ്ത ഒരൊറ്റ കാര്യം, ഈ ഫെയിം മാർക്കറ്റ് ചെയ്തതാണ് ഏറ്റവും ഫസ്റ്റ് ഫെയിം. ഒന്നുകൂടെ ഫോട്ടോയെ പറയണം കേട്ടോ. ഫോട്ടോ അല്ലേ? പ്രതിഭട്ടനായാലും ബാക്കി ഓരോരുത്തരായാലും അപ്പൊ ഇവർക്കൊക്കെ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇതൊന്നും ഒരു പ്രോഗ്രാം എന്ന് പറയുന്ന കാര്യത്തിലൊന്നും ഇതിലേക്ക് എങ്ങനെ ബ്രാൻഡുകളെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. സോ നമ്മൾ ഉണ്ടാക്കുന്ന ഈ കൂട്ടായ്മയുടെ പേര് ഒരിക്കലും ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിഗ് ബോസുമായിട്ട് സാമ്യമുള്ള ഒരു പേരായിരിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവരെയും കണ്ടതിലും കുറെ പേരെ പരിചയപ്പെടാൻ പറ്റിയിട്ടൊക്കെ ഒരുപാട് സന്തോഷം. ഇതിലോട്ട് ആഡ് ചെയ്തതിൽ ഭയങ്കര സന്തോഷം. പിന്നെന്താ, പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് പറയാനായിട്ടൊരു കണ്ടതൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് സൈബർ ബുള്ളിങ്ങിനെ പറ്റി പറയാം, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഈ സീസൺ ഇല്ല കരച്ചിലൊന്നുമില്ല, കരച്ചിലൊന്നും കാര്യമൊന്നുമില്ല, എനിക്ക് ഒന്നേ പറ്റത്തുള്ളൂ. പോരടിച്ചും പരസ്പരം കുറ്റപ്പെടുത്തിയും ഒക്കെ ഭാഗമാകുന്ന ഒരു ഷോയുടെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വേദനിപ്പിച്ചിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും നല്ല സൗഹൃദത്തിൽ പോകുന്നതാണ് പൊതുവേ. സീസൺ 1 മുതൽ എനിക്ക് തോന്നുന്നു സീസൺ 4-ലും സീസൺ 5-ലും അവസാന സമയത്ത് ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ ഒഴിച്ചാൽ പൊതുസമൂഹത്തിനിടയിൽ താരതമ്യേന ഷോയ്ക്കുള്ളിലുള്ള പ്രശ്നങ്ങളൊന്നും പുറത്തധികം ആരും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് ഇതുപോലെ പോരടിച്ചവരെ ഒന്നിപ്പിച്ച് ഒരു കാര്യത്തിന് വേണ്ടി കൊണ്ടുപോകുക എന്ന് പറയുന്നത് തന്നെയാണ്. അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ ധൈര്യം കാണിച്ച ഫിറോസ് ഭായിക്ക് സ്നേഹവും ആശംസയും. ഇവര് ഓരോരുത്തരായിട്ട് മാർക്ക് ചെയ്ത് വന്ന് സംസാരിച്ച പോലെ എനിക്ക് അങ്ങനെ ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കണമെന്ന് അറിയില്ല. എല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ പലരും എന്നെ ബഹിരാകാശത്ത് നിന്ന് മാർസിലേക്കും ജൂപ്പിറ്ററിലേക്കൊക്കെ കയറ്റി വിട്ടവരുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവരെല്ലാവരെയും നേരിട്ട് കാണാൻ പറ്റുന്നത് വളരെ നല്ലൊരു എന്താ പറയാ അവസരമായിട്ട് ഞാൻ കാണുന്നു. പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല, സന്തോഷം കൂടി ഈ പറഞ്ഞ ഫിറോസ് കാണാൻ തുടങ്ങിയതിൽ നിന്ന് ഞാൻ അതിൽ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മുന്നിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഞങ്ങൾ ഉണ്ടായിട്ട് നിന്നതിന് ശേഷം സംസാരിക്കുന്നത്. ഒന്നുമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 9-10 മാസം പെറ്റു വളർത്തിയ മക്കളെ പോലെയാണ് ബിഗ് ബോസിലെ 100 ദിവസം പെറ്റു വളർത്തിയ മക്കളെ പോലെയാണ് നമ്മളെല്ലാവരും, സഹോദരങ്ങളാണ്. ഞാൻ ഇതുപോലെ തന്നെ ഞാൻ ഇനി എന്ത് കൂടുതൽ പറയാനില്ല, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എന്നാലും ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, ഇനി സീസൺ 6-ൽ മാത്രം ഒടുങ്ങുന്നതല്ല ബിഗ് ബോസ്. ഒരുപാട് പടങ്ങൾ ഇങ്ങനെ വരികയാണ്, ഇഷ്ടം പോലെ നമുക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്ന പടം മനസ്സിലേക്ക് വരുന്നത് ജസ്റ്റ് ഓർത്തിരിക്കാവോ? ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വേണ്ട. ഓക്കെ വരച്ചോ ഓക്കെ നെഞ്ചോട്
ഞാനൊരു പിക്ചർ ഞാനിവിടെ വരയ്ക്കുകയാണ് ഈ ഒരു പേപ്പറിൽ. സോ അതൊരു ഫ്രൂട്ടാണോ? താഴത്തെ റിസപ്ഷനിൽ നിന്ന് 2 ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഡാവിഞ്ചി കോഡും 2 കാർഡ്ബോർഡ് കാസ്റ്റ്. 2 ബുക്കും താഴത്തെ റിസപ്ഷനിൽ നിന്ന് 2 ബുക്സ് ആണ് അവിടെ ചോദിച്ചത്. ഇതിൽ ഇഷ്ടപ്പെട്ടൊരു ബുക്ക് ചൂസ് ചെയ്യാം. ഇവിടെ 2 ബുക്കുകളിൽ ഒരു ബുക്ക് ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു. ഡാവിഞ്ചി കോഡാണ് ചൂസ് ചെയ്തത്. സോ ബ്രോ ചെയ്യേണ്ടതാ ഏതെങ്കിലും ഒരു പേജസ് ഓപ്പൺ ചെയ്യാം. ബ്രോ ഇഷ്ടമുള്ള പേജ് ഓപ്പൺ ചെയ്യാം. ഒരു പേജ് ഓപ്പൺ ചെയ്യുക, ഇഷ്ടമുള്ളത് റാൻഡായിട്ട്. ഓക്കെ, അതിനകത്ത് ശ്രദ്ധിക്കുക, ഒരു വേർഡ് വിചാരിക്കാം. ഇറ്റ് ഈസ് ദാറ്റ് ട്രീ. കാരണം കുഞ്ഞു വേർഡ്സ് ഒന്നും വേണ്ട, അല്പം വലിയൊരു വേർഡ് വിചാരിക്കാം. അല്പം വലിയൊരു ഒരു സെന്റൻസ് ആവും, ഒരു വേർഡ് ആയിരിക്കും വിചാരിക്കേണ്ടത്. ഒരു വേർഡ് വിചാരിക്കും, ഒരു അല്പം 4-5 ലെറ്റേഴ്സിക്കുള്ള അല്പം വലിയൊരു. ഓക്കെ, ബിഗ് ബോസ് റെഡി. നെക്സ്റ്റ് എന്റെ ബിഗ് ബോസ് ആണ് നെക്സ്റ്റ് എന്റെ ഏരിയ ആയിട്ടുള്ളത്. ബിഗ് ബോസ് സായിയുടെ മനസ്സിൽ വേർഡ് ഉണ്ട്, നമുക്ക് ആർക്കും അറിയില്ല. സായി ചെയ്യേണ്ടത് സായിയുടെ മനസ്സിൽ നിന്നും ആ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ ബിഗ് ബോസിന്റെ മനസ്സിലേക്ക് അയക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. ജസ്റ്റ് ഇമാജിൻ മാത്രം ചെയ്താൽ മതി. ബിഗ് ബോസ് A മുതൽ Z വരെ 26 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ലെറ്റർ മൈൻഡ് കിട്ടിയായിരുന്നോ? ഒരു ലെറ്റർ പറഞ്ഞോ, ഉറക്കെ പറഞ്ഞോ. ആറിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? ആറിലല്ല. സായി ലുക്ക് ദി ഓഡിയൻസ്. സോ സായി ലെഫ്റ്റിന് മുന്നിലേക്ക് നീട്ടി പിടിക്കാം. യെസ്, ഞാൻ നമ്പർ 1, 2, 3 എന്ന് പറയുമ്പോൾ ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. നമ്പർ 1, 2 and 3 ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. ആയി ഇനി പറയുന്ന സമയത്ത് ഓരോ ലെറ്റർ ബൈ ലെറ്റർ ആയിട്ട് മൈൻഡിൽ ഇമാജിൻ ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട്. 1, 2, 3, 4, 5, 6. One second. ഓക്കെ, മറക്കല്ലേ. സോ ആരും വിളിച്ച് പറയരുത്. ഫോർ ദ ഫസ്റ്റ് ടൈം സായി എല്ലാവർക്കും വേണ്ടി ആ വേർഡ് ഒന്ന് ഉറക്കെ വിളിച്ച് പറയാമോ? മാത്തമാറ്റീഷ്യൻ. ഹായ് ഡാർലിംഗ്. ഹായ് മിസ്റ്റർ ജിൻഡോ. ഹായ് ബ്രോ. ഹായ് മിസ്റ്റർ ജിൻഡോ. ഇതിന്റെ പരിപാടി എന്താ? ആരൊക്കെയാണ് മാറിപ്പോയത്? എന്താ ഇത്? ഒരു കോളില്ല, ഒരു ഹൈ പോലെ പറയുന്നില്ല. ജാൻമണി ഇങ്ങനെ മടിച്ചു പോയാ ജീവിക്കണം മൊത്തം മാറിന് പോയി. തേച്ചു ജിൻഡോ തേച്ചു, ജാൻമണിനെ തേച്ചു. റെഡിയാണ്, നിങ്ങളുടെ തീരുമാനത്തിൽ എല്ലാം ഞാൻ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്ന പ്രതീക്ഷിച്ചില്ല. അതിന് വന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇതുപോലെ നമ്മളിവിടെ പ്ലാൻ ചെയ്ത പരിപാടികളൊന്നും ചുമ്മാ ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞതല്ല, അതിനെല്ലാം വ്യക്തമായിട്ടുള്ള പ്ലാനും ധാരണ ഉണ്ടായിട്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഇതെല്ലാം അവതരിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ മെഗാ മീറ്റ് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഇതിപ്പോൾ മീറ്റിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഭാരവാഹികളത്, ഇത് കഴിഞ്ഞിട്ട് മെഗാ മീറ്റ് കഴിയുമ്പോൾ നമ്മൾ ശരിക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുക്കും. സെക്രട്ടറി, പ്രസിഡന്റ്, അതുപോലെ തന്നെ ആ ഒരു ജനറൽ 10-11 പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി എല്ലാം പ്ലാൻ ചെയ്തിട്ട് നമ്മൾ വർഷാവർഷം ജനറൽ ബോഡി നടത്തും. ഇങ്ങനെ അതിനുശേഷം അടുത്ത ഭരണം വരും. ഇതൊക്കെ വരുമ്പോഴും നമ്മളുള്ള ഈ കൂട്ടായ്മയിൽ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ദൗത്യം. കാരണം ഇത് അംഗബലം കൂടുതലുണ്ടെങ്കിൽ ഒരു സംഘടന നിലനിൽക്കുള്ളൂ. അപ്പോൾ ആ നിലനിൽക്കുന്ന സംഘടനയിൽ എന്തെങ്കിലും വിഷയം ആരെങ്കിലും തമ്മിൽ, കാരണം നമ്മൾ ഒരു യുദ്ധഭൂമിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ കൂട്ടുകൂടുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആരെങ്കിലും തമ്മിലുണ്ടെങ്കിൽ, സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമുണ്ടെങ്കിൽ, ഇപ്പോൾ ഞങ്ങളോട് അങ്ങനെ പറയാം, ഞങ്ങളൊരു തേർഡ് പേഴ്സൺ വന്നൊന്നും സംസാരിച്ച് തീരാവുന്ന പ്രശ്നമാണെങ്കിൽ നമുക്കത് തീർത്തെടുക്കുക, നമുക്കൊരു മനസ്സായിട്ട് മുമ്പോട്ട് പോവുക. ഇനി അടുത്ത മീറ്റപ്പ് വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അടുത്ത മീറ്റിങ്ങിന് എല്ലാവരും വരിക. ഈ തീരുമാനിച്ച കമ്മിറ്റി താൽക്കാലിക ഒരു കമ്മിറ്റിയാണ്. കാരണം നമ്മൾ മീറ്റപ്പ് കഴിയുമ്പോൾ പുതിയ കമ്മിറ്റി രൂപീകരിക്കും, എല്ലാവരും വരണം. അപ്പോൾ ഇനിയും മുമ്പോട്ട് നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാം. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും, അതുപോലെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. നിങ്ങളെല്ലാവരും നല്ല എനർജിയുള്ള ആൾക്കാരാണ്. അപ്പോൾ 30 ദിവസം കൊണ്ട് നമ്മൾ മീറ്റപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിച്ചുകൊണ്ട് 30 ദിവസത്തിനുള്ളിൽ
അതിൻ്റെ ബാക്കിയുള്ള ഏതൊക്കെയെന്നുള്ളത് നമ്മൾ ഗ്രൂപ്പിൽ നമ്മൾ ചർച്ച ചെയ്യും. ഇതിനിടയ്ക്ക് 1-2 മീറ്റിങ്ങുകളൊക്കെ വേറെയും വിളിക്കും. അപ്പോൾ നമ്മൾ ഈ കോർ കമ്മിറ്റിയിലുള്ള എല്ലാവരും വരണം. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ DJ കൺസോള് ഓൾറെഡി നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. DJ ചെയ്യാൻ ുന്ന കാന്താരിയായൊരു പെണ്ണെ, സ്നേഹത്തിനാത്തിയ ചരയണഞ്ഞിടും സ്നേഹം തരാത്തൊരു പെണ്ണെ, എന്നോട് ഭാഗ്യമാം രൂപം ഭയന്നിട്ട് ചരയണയാത്ത പെണ്ണെ.